ഓക്കെ, റെഡിയായി ഇപ്പം. റെഡിയായോ? യാ. ഓക്കെ. വടക്കേ അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്, ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരു പ്രാവശ്യം കൂടെ ദൈവം നമുക്ക് ഇങ്ങനെ കൂടി വരാൻ ഇടയാക്കിയതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായിട്ട് തീരുവാനും അവരുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാനും ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു സംഗതി, ഇന്നും പല ഗ്രൂപ്പിൽ ഞാൻ കാണുകയുണ്ടായി. പലരും ഈ വെളിപാട് പുസ്തകത്തിലെ കാര്യങ്ങളെ കുറിച്ച് വാദപ്രതിവാദം ചെയ്യാണ്. അതങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന രീതിയിൽ ഒത്തിരി സമയം അവിടെ വേസ്റ്റ് ചെയ്യാണ്. വെളിപാട് പുസ്തകം പഠിക്കുന്നത് നല്ലതാണ്, പ്രത്യേകം ഭാഗ്യമുണ്ടെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. എന്നാൽ വേറൊരു കാര്യം നമുക്ക് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം പലരും വിശ്വാസികൾ മരിച്ചു, നമ്മളൊക്കെ മരിച്ചു പോകും കർത്താവായ യേശുക്രിസ്തു ഇപ്പം വന്നില്ല എങ്കിൽ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ ഇന്ന് വരികയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. എന്നാൽ നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ ബാധകമല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഉൾപ്രവണത്തിൽ വരുമ്പോൾ വിടപ്പെടുന്നവരാണ് 7 കൊല്ലം മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകും. അതിനുശേഷം 7 വർഷത്തിലെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വരും നമ്മളോട് ഒരുമിച്ച്. അതിനുശേഷം 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കും. അതിനുശേഷം ഈ ഭൂമിയെയും ആകാശത്തെയും നശിപ്പിച്ച് തീയാൽ വെന്തുരുകിയിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. ഈ ഫ്രെയിം വർക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പ്രത്യാശയാണ് നമുക്കുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് പലതും ശരിയല്ല. അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ എഴുതിയിട്ടില്ല. ഇന്നത് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക, അത് ലോജിക്കൽ കൺക്ലൂഷൻ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാല്, ഈ വായിച്ച് പലരുടെയും അറിവ് വെച്ച് ഡാളസ് കൃത്യമായി പഠിച്ച വലിയ പ്രയോജന പണ്ഡിതന്മാര് പണ്ട് എഴുതിയ ബുക്കുകളുണ്ട്. ബാബിലോണ് ഇനിയും വീണ്ടും ബാബിലോൺ ഇറാഖിൽ വരും. പ്രത്യേകിച്ച് സദാം ഹുസൈന് വന്നപ്പോഴ്, പ്രസിഡന്റായിട്ട് വന്നപ്പോൾ 80s വന്നപ്പം ബാബിലോൺ വീണ്ടും വരും, വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണെന്നൊക്കെ പ്രവചിച്ചു. അപ്പൊ നമുക്ക് അറിയാമല്ലോ ചർച്ച സദാം ഹുസൈൻ എന്തോ സംഭവിച്ചെന്നുള്ളത്. അപ്പം വലിയ പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. സദാം ഹുസൈൻ അന്തിക്രിസ്തു എന്ന് പറഞ്ഞു, പിന്നെ ഹിറ്റ്ലർ അന്തിക്രിസ്തു എന്ന് പറഞ്ഞു, ഒബാമ അന്തിക്രിസ്തു ആണെന്ന് പറഞ്ഞു. ഇതൊന്നും ശരിയായില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, വലിയ ബുദ്ധിമാരും പ്രസിദ്ധരും വലിയ പഠിത്തമുള്ളവരുമാണ് അവരെല്ലാവരും. പലരും ചരിത്രം തെളിയിച്ച് തെറ്റാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശഠിക്കാതെ, എന്റെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ലോജിക്കൽ കൺക്ലൂഷൻ ഇത് ചേരുന്നത്. അതുകൊണ്ട് ഇതാണ് മുഴുവൻ ശരി എന്ന് പറഞ്ഞല്ല ഞാൻ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് സമയം ഡീറ്റെയിൽസിന് വേണ്ടി നമ്മൾ കളയേണ്ട ആവശ്യമില്ല. 17-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഈ ബാബിലോണിനെ കുറിച്ചും ആ വേശ്യയെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. അതിനുള്ള ബന്ധത്തിൽ ഇന്നും അത് രണ്ടാമത്തെ പാർട്ട് 2 പിന്നെ തുടരുകയാണ്. ആരെങ്കിലും ഈ വെളിപാട് പുസ്തകം 17-ന്റെ ആദ്യം 1 മുതൽ 9 വരെ ഒരു സഹോദരിയും, അതിനുശേഷം 9-ന് ശേഷം ബാക്കിയുള്ള 18 വാക്യം വരെ വേറൊരു സഹോദരിയും വായിച്ചാൽ ഉപകാരമായിരിക്കും. അന്നേരം സ്ട്രെസ് വരികയല്ലോ ഒരുമിച്ച് വായിക്കുമ്പോൾ. 17-ന്റെ 1 മുതൽ 9 വരെ. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ചു പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം, മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തിയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി
നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. താങ്ക് യു വെരി മച്ച്, അപ്രീഷിയേറ്റ് ഇറ്റ്. ആൻഡ് അടുത്തത് വേറെ ഒരു സൗകര്യ വായിക്കുക. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേര് വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നതാനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടിയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും പേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദേശിച്ച ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നു കളയുകയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുമ്പോഴും തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്തെ മൃഗത്തിന് കൊടുക്കുവാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇവിടെ നമ്മൾ വായിച്ചപ്പം ബാബിലോണിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പഠിച്ചു നിർത്തിയത്. ബാബിലോണും വേശ്യയും. 7 ദൂതന്മാരിൽ ഒരുവൻ യോഹന്നാനോട്, പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് പ്രാചീന ബാബിലോണിലെ ആവിചാരങ്ങളും മന്ത്രവാദങ്ങളും നിറഞ്ഞ മതാനിഷ്ഠകളാകുന്ന വേശ്യ എന്നാണ്. പുരുഷന്റെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വസ്ത്രധാരണമായിരുന്നു അവളുടേത്. ധൂമ്രവർണ്ണവും കടുകും ചുവപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചു. പൊന്നും രക്തവും മുത്തും അണിഞ്ഞവൾ എന്നത് അവളുടെ ദൂഷിച്ചതും അബദ്ധജടിലുമായ ദുരുപദേശങ്ങളെയാണ് അവിടെ കാണിക്കുന്നത്. അവിടെ അനാലജി അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പ്രാചീന ബാബിലോൺ പട്ടണം ആഭിചാര പ്രചരണത്താൽ ഭരിക്കപ്പെട്ടിരുന്നു. എന്നിലുപരി ബാബിലോണിയ ദുരുപദേശ മതം സാമ്രാജ്യങ്ങൾ പിന്നിട്ട പ്രാചീന റോമിലും എത്തിയെന്നതിൽ അധികം പേരും ജാഗ്രത രൂപരല്ല. അപ്പം ഈ ബാബിലോൺ മതം ആദ്യം തുടങ്ങിയെങ്കിലും അത് ഇന്ന് വരെ അത് പിന്നെ വന്നിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും സാമ്രാജ്യങ്ങളിലും ഇന്ന് വരെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ചരിത്രത്തിന്റെ അവസാന നാളുകളിൽ മത ബാബിലോൺ ലോകത്തിലെ വൻ ശക്തിയായി തീരുമെന്നുള്ള മർമ്മമാണ് യോഹന്നാന് വായനക്കാർക്ക് ഇവിടെ തുറന്നു കാണിക്കുന്നത്. ലോകത്തിലെ ആഭിചാര മതപ്രസ്ഥാനങ്ങൾ കൂടി കലർന്നുള്ള മതമായി ഇത് മാറും. ഈ മതമെല്ലാം ഈ ക്രിസ്തുമതം ഉൾപ്പെടെ, വ്യാജ ക്രിസ്തുമതം ഉൾപ്പെടെ അത് ആഭിചാരത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഇപ്പം സൗത്ത് അമേരിക്കയിലും ഒക്കെ ഉണ്ടല്ലോ, പലരും അറിയാം. ഇതിന്റെ ഈ ക്രിസ്തുവിനെയും അതിന്റെ വൂഡുവും ഏതിയിലും ഒക്കെ അത് പോകുന്നവർക്കറിയാം. വൂഡുവും കൂടെ പ്രാക്ടീസ് ചെയ്യും. ആഫ്രിക്കയിൽ പല സ്ഥലത്തും ഉണ്ട്. മഹാപീഡനത്തിന്റെ ആദ്യത്തെ 3 വർഷങ്ങളിലെ പുതിയ റോമ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ ക്രിസ്തുവിന്റെ കീഴിൽ ഈ മതപ്രസ്ഥാനത്തിന് പുനരുദ്ധരിക്കപ്പെട്ട സ്ഥാനത്തിലും ശക്തിയിലും വലിയ സ്വാധീനം ലഭിക്കുമെന്നാണ് നമ്മളിവിടെ വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്. ബാബിലോണ് വീണ്ടും പ്രബലമാകുകയാണ്. പുരാതന ബാബിലോണിൽ സാമ്രാജ്യത്തിന്റെ വഴിവിളക്കായി അറിയപ്പെടുന്ന ഹമ്മുറബി, ചരിത്രം പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹമ്മുറബി 1728 1286 BC-യിലാണ്, ക്രിസ്തുവിന് മുമ്പാണ്. ആ കാലഘട്ടത്തിലാണ് ബാബിലോൺ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. ക്രിസ്തുവിന് 60 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്താണ് ബാബിലോൺ അതിന്റെ ഉന്നത പ്രതാപത്തിൽ എത്തിച്ചേർന്നത്. അപ്പം ബാബിലോണിന്റെ ചരിത്രം അന്ന് മുതൽ ഇന്ന് വരെ നോക്കിയാൽ നെബൂഖദ്നേസർ നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള ചരിത്രത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ സംസ്കാരത്തിന്റെ, ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ട് അത്യുച്ചകോടിയിലെത്തിയ സമയം അതാണ്. വെളിപാട് 17-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന മതപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ബാബിലോണിനെ കുറിച്ചുള്ള പഠനം
നമുക്ക് പ്രധാനം ആശ്രയിക്കുന്നത്. തിരുവെഴുത്തും ചരിത്രവും ചേർത്ത് പഠിച്ചാൽ നമ്രൂദിന്റെ ഭാര്യയാണ് വിഗ്രഹാരാധനയും മ്ലേച്ഛതയും ഉൾപ്പെടുന്ന ബാബിലോണിയ മതങ്ങളുടെ സ്ഥാപിക. ചരിത്രത്തിൽ ഇതിലും പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചരിത്ര പുസ്തകങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ്. നമ്രൂദിന്റെ ഭാര്യയുടെ പേര് സെമിറാമിസ് എന്നായിരുന്നു. അസീറിയയിലും നിനവയിലും ഇവൾ ഇസ്താർ എന്നറിയപ്പെട്ടു. ഫൊയ്നിക്കയിലെ അസ്തരത്ത് അല്ലെങ്കിൽ അസ്താർത്ത് എന്നും ഈജിപ്തിൽ ഐസിസും ഇറ്റലിയിൽ വീനസും എന്നും അറിയപ്പെട്ടു. വിഗ്രഹാരാധനയുടെ മഹാഭ്രൂതയായിരുന്നു അവള്. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതിയായി വരുവാനിരിക്കുന്നവനെ കുറിച്ച് ഹവ്വായിക്ക് ലഭിച്ച വാഗ്ദത്തത്തെ ആധാരമാക്കി സെമിറാമിസ് ഒരു മകനെ പ്രസവിച്ചു. അപ്പൊ ഈ വേദോസ്തത്തിലെ കാര്യങ്ങളൊക്കെ ഈ വാമൊഴിയായിട്ട് എല്ലാവർക്കും അറിയാം. ഇവര് നോയയുടെ നമ്രൂദിന്റെ കാലശേഷം എല്ലാം ഈ കാര്യങ്ങളൊക്കെ അറിയാം. സൂര്യകിരണത്താൽ അത്ഭുതമായിട്ടാണ് അവനെ ഗർഭം ധരിച്ചതെന്ന് അവള് അവകാശപ്പെട്ടു. ഈ അവകാശപ്പെട്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവൾ അവനെ വാഗ്ദത്തത്താൽ ലഭിച്ച ഭൂമിയുടെ വീണ്ടെടുപ്പുകാരനായി സമർപ്പിച്ചു. അവന്റെ പേര് തമ്മൂസ് എന്നായിരുന്നു. അവൻ വളർന്നപ്പോൾ കാട്ടുപന്നിയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടു. അതൊക്കെ ചരിത്രപരമായിട്ട് ശരിയാണ്. തന്റെ മാതാവിന്റെ 40 ദിവസത്തെ കരച്ചിലിന്റെ ഫലമായി അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. സെമിറാമിസിന്റെ മകൻ തമ്മൂസിന്റെയും കെട്ടുകഥ മാർമിക മതമായി ചുറ്റുമുള്ള ദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ഇത് ലോകം മുഴുവൻ ഈ കഥകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അസീറിയയിലെ അമ്മ ഇസ്താർ എന്നും മകൻ തമ്മൂസ് എന്നറിയപ്പെടുന്നു. ഇസ്താറിന്റെ ഇംഗ്ലീഷ് എന്നതാ ബൈ ദ വേ? ഈസ്റ്റർ. ഈസ്റ്റർ അതാരാ പറഞ്ഞേ? ഈസ്റ്റർ. വെരി ഗുഡ്. ഈസ്റ്റർ ബാബിലോണിൽ നിന്ന് തുടങ്ങിയെന്ന് പറയുന്നു. അതുകൊണ്ടല്ലേ? അതന്നെ. ഫൊയ്നിക്കയിൽ അമ്മ അസ്താരത്തെ അല്ലെങ്കിൽ മകൻ ബാലെന്ന് പറയുന്നത് ഈ സെയിം പാർട്ടി തന്നെ, അല്ലെങ്കിൽ തമ്മൂസ്. ഈജിപ്തിൽ ഐസിസ് എന്നും പേര് പറയാം. അപ്പം ഇവള് കല്യാണം കഴിച്ച് ഒസിറിസിസ് എന്ന് പറയുന്ന ആൾ തന്നെയാണ്. ഗ്രീസിൽ അഫ്രോഡൈറ്റ്, ഇത് ഈറോസുമായി, ഈറോസ് റോമില് വീനസും ക്യൂപ്പിഡുമായി അറിയപ്പെടുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തായി. ക്യൂപ്പിഡ് ആരാന്നറിയാമോ? അവരുടെ ഒരു ദേവനല്ലേ? അപ്പൊ ഇതെല്ലാം ആക്ച്വലി യഥാർത്ഥത്തില് ഇന്ത്യയിലാണ് ഇപ്പോഴും അത്. പിന്നെ എത്രയോ ആയിരം സീരിയലുകളാണ്, 100,000 സീരിയലുകളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്യൂപ്പിഡ് എന്ന് പറയാൻ നമ്മുടെ ഇന്ത്യൻ ഭാഷ പറഞ്ഞ കാമദേവന്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ കൗണ്ടർ പാർട്ട് ഇന്ത്യയിലെല്ലാം ഉണ്ട്. നമ്മുടെ ഹിന്ദു മതത്തിലെ അമ്മയാരാ? ഇവിടെ ഈ മാതാവിനെയാണല്ലോ ഇവിടെ എല്ലാവരും ഈ ഓരോ സ്ഥലത്തും വേറെ പേരിൽ അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ഹിന്ദുമതത്തില് അമ്മയാ ഏറ്റവും വലിയ ശക്തിയുള്ള ആള്. പാർവതിയാ. പാർവതിയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ യഥാർത്ഥത്തിൽ ബാബിലോണിയൻ മതം യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തില് ഇത് ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടെന്നാൽ ഈ ബാബിലോണിയൻ മതത്തിലെ 60% കാര്യങ്ങളെടുത്ത് ഇന്ത്യനൈസ് ചെയ്തിട്ട് അവര് തിരുത്തി വേറെ ആഡ് ചെയ്തിട്ട് അതൊരു ദൈവിക ബുക്കായിട്ട് വേദങ്ങളും പുരാണങ്ങളും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു 50-60% ഈ ലോകത്തിലെ എല്ലാ ഈ മതങ്ങളുടെ എല്ലാം സാരം ബേസിസ് ഈജിപ്തിലെ എല്ലാം സെയിം ആണ്. ആ 50-60%. പിന്നെ ഇന്ത്യയിൽ വന്നപ്പോ അവർ ബുദ്ധിമാന്മാരായ എഴുത്തുകാര് അതിനെ ആഡ് ചെയ്ത് വേറെ പേരും കൊടുത്ത് ഇന്ദ്രനെ, ശിവന്, വിഷ്ണുവ്, ബ്രഹ്മാവ്, കാമദേവന്, വായുവിന്റെ ദേവന്, അമ്മയും കുഞ്ഞിനെയും ആരാധിക്കുന്ന ഈ മാർമിക മതം ഭൂമിയിൽ എല്ലായിടത്തും വ്യാപിച്ചു. അവളെ ആകാശരാജ്ഞിയായി കരുതി അപ്പം നിവേദിച്ചു ആരാധിച്ചിരുന്നു. ഇസ്താർ ഉത്സവത്തിന് മുമ്പായി തമ്മൂസിന് വേണ്ടി 40 ദിവസം വിലപിക്കുകയും അവന്റെ ഉയർപ്പ് ആഘോഷിക്കുകയും ചെയ്തിരുന്നു. തമ്മൂസിന്റെ ഉയർപ്പ്, തമ്മൂസിന്റെ അടയാളത്തിൽ തന്റെ ജീവനിലേക്കുള്ള ഉയർപ്പിന്റെ മർമ്മത്തെ കുറിക്കുന്ന ഈ ഇസ്താർ മുട്ടയായിരുന്നു. ഇസ്താർ മുട്ട എന്തുവാ ഇംഗ്ലീഷില്? അപ്പൊ ഈസ്റ്ററിന്റെ പിടി കിട്ടിയല്ലേ ചരിത്രം.
ബാബിലോൺ മർമ്മത്തിന്റെ രഹസ്യം കന്യകമാരെ ദേവന്മാർക്ക് സമർപ്പിച്ച് വേശ്യാവൃത്തി ചെയ്യുന്നതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ലോകം മുഴുവനുള്ള ഈ മതങ്ങളിൽ ഈ സംഗതി ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? ഒരു പേരുണ്ട്. താങ്ക് യു. ദേവദാസി പ്രസ്ഥാനം അതാണ്. അപ്പൊ ഇതെല്ലാം അവിടുന്ന് വന്നതാണ്. അത് ഇവിടെ പ്രവാചകൻ മാർമിക മതമായ അമ്മയെയും മകനെയും ശക്തമായി ശാസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയ ബലി പകരുകയും അപ്പം നിവേദിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിലെ വിഗ്രഹാദികളെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ വിവരിക്കുന്നു. അപ്പൊ ബൈബിളിലെ ദൈവത്തിന്റെ ഈ പ്രവാചകന്മാരെല്ലാം ദൈവം നേരിട്ട് സംസാരിച്ചു ഇടപെട്ടു എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തൊരു അത്ഭുതമായിരിക്കും. നമ്മള് ഒരു കണക്കിന് നമ്മളെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യരുത്. നമ്മൾ 2000 കൊല്ലമായിട്ട് നമ്മൾ യേശുക്രിസ്തുവിന്റെ ഇത് വായിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുന്നതാണ്. നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഇസ്രായേൽ മക്കള് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികള് ഇപ്പൊ അവിടെ തന്നെ അവിടെ സമുദ്രം പിളർന്നു, അവർക്ക് മന്ന കൊടുത്തു, പിന്നെ ഇതെല്ലാം കണ്ടിട്ടും അവരെ അവിശ്വസിക്കുന്നതാണ് കാണുന്നത്. യഥാർത്ഥ ദൈവത്തെ മറന്നിട്ട് ദൈവമാണെന്ന് കെട്ടുകഥ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരെ വിശ്വസിക്കുന്നതാണ് വലിയൊരു സംഭവമായിട്ടിരിക്കുന്നത്. യിരെമ്യാ പ്രവചനം 44, 18, 19 വരെ ആരെങ്കിലും ഒന്ന് വായിച്ചേ. വാക്യം ഏതാ പറഞ്ഞേ? യിരെമ്യാ 44, 18 to 19. 18 to 19. ഓക്കെ. എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയ ബലി പകരുന്നതും നിർത്തിയത് മുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയ ബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അഗ്നിയുണ്ടാക്കുകയും അവൾക്ക് പാനീയ ബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ? താങ്ക് യു വെരി മച്ച്. എസെക്കിയേൽ 8-ാം അധ്യായത്തിലും ദൈവം വിഗ്രഹാദികളുടെ ജീവിതത്തെ പ്രവാചകൻ അവിടെ കാണിക്കണം. എസെക്കിയേൽ പ്രവചനം 8-ന്റെ 13-ഉം 14-ഉം കൂടെ ഒന്ന് വായിച്ചാട്ടെ. എസെക്കിയേൽ 8:13 to 14. അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണും എന്ന് അവൻ എന്നോട് അരുളി ചെയ്തു. അവർ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. താങ്ക് യു. അവിടെ സ്ത്രീകൾ തമൂസിനെ കുറിച്ച് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇസ്രായേലിലെ സൗകര്യമാരാണെന്ന് വിചാരിച്ചോണം. തമൂസിനെ കുറിച്ച് എത്രയോ അധപ്പതനമാണ് വന്നിരിക്കുന്നത്. ചിന്തിച്ചു നോക്കിയാൽ ഇന്നും അതാണ് ഒരു കണക്കിന് വേറൊരു വൃത്തി നടക്കുന്നത്. എത്രയോ 30,000 ഡിനോമിനേഷൻസ് ആയിരുന്നുള്ളത്. ഓരോ വാക്യത്തിനും 31,000 വാക്യത്തിൽ ഓരോ വാക്യത്തിനും ഓരോ സമുദായക്കാരാണുള്ളത്. കാട്ടുപന്നിയാൽ കൊല്ലപ്പെട്ട തമൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ച് വിലപിക്കുന്ന സ്ത്രീകളെയാണ് പ്രവാചകൻ കണ്ടത്. തങ്ങളെ തന്നെ മുറിവേൽപ്പ്. ഇവിടെ ഇപ്പോഴേ ഈ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് സ്വന്തം ദേഹത്ത് മുറിവേൽപ്പിക്കുന്ന രണ്ട് കൂട്ടരെ നിങ്ങൾക്ക് ആരെങ്കിലും ആരിപ്പോ ഓർമ്മയുണ്ടോ? ഇപ്പൊ എക്സിസ്റ്റിങ് ഇപ്പോഴത്തെ ലോകത്തില് ദേഹം മുറിച്ചേച്ച് പിന്നെ പ്രാർത്ഥിക്കുന്നത് അത് ഇവിടെ ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. ഞാൻ പേര് മറന്നു. ഗ്രൂപ്പിന്റെ ഏതാണ്ട് കാളിയോ എന്തോ ഏതാണ്ട് ഒരു കണ്ടിട്ടുണ്ടോ? പടം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ മുറിവേൽപ്പിച്ചൊക്കെ ഇരിക്കുന്നേ? കാണേണ്ടതാണല്ലോ. നമ്മളവിടൊക്കെ ഈ കാവടിയാട്ടം എന്നും പറഞ്ഞ് വരുമല്ലോ. കാവടി ഒരു നാരായം പിന്നെ ഒരു കവളിന്റെ ഒരു വശത്തൂടെ ഇട്ടിട്ട് മറ്റേ കവളിന്റെ പിന്നെ നാക്കെ കുത്തി നാക്കിന്റെ അടിയിൽ കൂടെ താടിയിൽ അവിടെ ഇറങ്ങി വരും. ഒരു തുള്ളി രക്തം പോലും പോകുകയില്ല. പിന്നെ തൊലിയില് ഹുക്ക് ചെയ്തിട്ട് ആ തൊലിയെ തന്നെ തൂങ്ങി കിടക്കും മരത്തെ. ഒരു അത് നാട്ടിൽ കണ്ടിട്ടുള്ള പലരും കണ്ടിട്ടുള്ള. പിന്നെ യൂട്യൂബിൽ നോക്കി കാണാം. അതേ ഉള്ളു. കാവടിയാട്ടം മുരുകനെ പിന്നെ ശിവന്റെ മുരുകനെ പ്രവർത്തിക്കാൻ വേണ്ടി പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പിന്നെ വേറൊരു കൂട്ടറുണ്ട്. അവരാരാന്നറിയാമോ?
അവര് മുറിക്കും. പക്ഷെ ഇപ്പം ഒരു മുസ്ലിങ്ങൾ, ഇസ്ലാമിലെ ഷിയ മുസ്ലിങ്ങള് പിന്നെ അവര് പിന്നെ മൊഹറം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെ യൂട്യൂബിൽ പോയി മൊഹറത്തിന്റെ അറ്റ്ലാന്റയിൽ ഇവൻ ലണ്ടനിലെ ഒക്കെ കണ്ടാൽ ഇവിടെ നമ്മൾ ഇന്ത്യനെക്കാളും വലിയ ഇതായിട്ടാണ് കാണുന്നത്. നെഞ്ചത്തടിച്ച് അപ്പൊ ഓരോ കയ്യുടെ വിരലിന്റെ ഇടയില് ഈ സൂചി കമ്പിയുടെ സൂചി ഉണ്ട്, അത് വെച്ചാണ് നെഞ്ചത്തടിക്കുന്നത്. അന്നേരം അവിടെ നെഞ്ചത്തടിക്കുവാൻ ചോരയാണ് വരുന്നത്. അപ്പം അത് അവിടെ ഇത് മൊഹറം എന്ന് പറയുന്നത് സുന്നി വേറെ രീതിയിലാണ്. ഷിയ മുസ്ലിങ്ങള് ഈ മൊഹറം എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമിന്റെ ന്യൂ ഇയർ ആണ്. അതിന്റെ 10ാം ദിവസം അഷൂര എന്ന് പറയും. അന്നേരം ഈ മുഹമ്മദിന്റെ കൊച്ചുമകനായ ഹസനും ഹുസൈനും കറാബലയിൽ പോയപ്പം ആ സുന്നി മുസ്ലിങ്ങൾ അവരെ കൊന്നു. അപ്പൊ അവരെ കൊന്നതിന്റെ ആ വിലപമായിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന, അതിപ്പം യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ബീറ്റിംഗ് ദി ചെസ്റ്റ് ബൈ ഷിയ മുസ്ലിം എന്ന് വലിയ യൂട്യൂബിൽ ഇട്ടാൽ കാണാം. ലണ്ടനിലും അറ്റ്ലാന്റയിൽ വരെയുണ്ട്. വലിയ വലിയ അത്ഭുതമാണ്. കൊച്ചു പിള്ളേരും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ചിലര് ഈ യാത്രയിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് പോകുമ്പോൾ വലിയ തമ്പാറും ഒക്കെ ഭയങ്കര ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുമ്പോൾ 1-2 പേര് മുഖത്ത് കംപ്ലീറ്റ് മുഖം മറിച്ചാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവര് തുള്ളിച്ചാടുകയാണ്. അവരെ 2-3 പേര് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവര് ഞാൻ അന്നേരം അവരോട് ചോദിച്ചു, എന്തുവാ ഇത് എങ്ങനെയാ തുള്ളിച്ചാടി അവര് സംസാരിക്കുന്ന? അവര് പറഞ്ഞു അവർക്ക് അന്ന് കരാബലായി വെച്ച് ഇറാഖിലേക്ക് പോകുന്ന വഴിക്ക് ഹസനെയും ഹുസനെയും കൊല്ലുന്ന അവർക്ക് ദർശനത്തിൽ കാണാമെന്ന് പറഞ്ഞു, ലൈവ്. ആ പഴയ അന്ന് അത്രയും അന്ന് നടന്ന. അപ്പൊ അങ്ങനെ ഈ ഷിയ മുസ്ലിങ്ങളാണ് ദേഹം മുറിച്ച് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. മറ്റേത് നമ്മുടെ അവിടെ കാവടിയാട്ടത്തിനും ഒക്കെ കേരളത്തിലും ഉണ്ട്. 40 ദിവസത്തെ വിലാപത്തിന് ശേഷം തമ്മൂസിന്റെ ഉയർപ്പിനെ ജനം ആഘോഷിക്കുന്നു. ഈ ആഘോഷത്തിൽ ജനം ഇസ്താർ മുട്ട ഈസ്റ്റർഗല്ലേ കൈമാറ്റം ചെയ്യുന്നു. അവനെ മുട്ട വളരെ പരിപാവനമായിരുന്നു. നാം കണ്ടതുപോലെ അമ്മയുടെയും മകന്റെയും ആരാധന ബാബിലോണിൽ നിന്നും അസീറിയയിലേക്കും പിന്നെ ഫൊയ്നിക്കയിലേക്കും പിന്നെ പെർഗമോസിലേക്കും ഒടുവിൽ റോമിലും എത്തിച്ചേർന്നു. ക്രമേണ ബാബിലോണിയ മതത്തിന്റെ തലസ്ഥാനമായി റോം മാറി. റോമാ സാമ്രാജ്യത്തിന്റെ ദുരാചാരങ്ങളുടെയും വിഗ്രഹാരാധനയുടെയും മുഖ്യ പുരോഹിതനായി അന്ന് അവിടുത്തെ പുരോഹിതൻ റോമിൽ വന്നപ്പോൾ അതിന്റെ പേര് പൊന്തിഫസ് മാക്സിമസിനെ ചക്രവർത്തി തെരഞ്ഞെടുത്തു. അപ്പം ചക്രവർത്തി മരിച്ചതിന് ശേഷം പൊന്തിഫസ് മാക്സിമസ് ഒരു സ്ഥാനപ്പേരായി മാറി. അപ്പം പൊന്തിഫസ് എന്നുള്ള അതിന്റെ പേരെന്നെ ആരാന്നറിയാമോ? ഇപ്പോഴും അതെ, ഇപ്പം റോമിലെ പോപ്പിന് പൊന്തിഫസ് അതെ. അപ്പൊ റോമിലെ പോപ്പിന്റെ പേര് പൊന്തിഫസ് എന്നാണ്. അതാ ഇപ്പൊ ഞാൻ ചക്രവർത്തിയുടെ കാലത്തിന് ശേഷം പൊന്തിഫസ് മാക്സിമസ് ഒരു സ്ഥാനപ്പേരായി മാറി. ഇപ്പൊ സ്ഥാനപ്പേര് അമ്മയുടെയും മകന്റെയും മാർമിക മതത്തിന്റെ അഥവാ ബാബിലോണിയ വിഗ്രഹാരാധനയുടെ മർമ്മത്തിന്റെ മുഖ്യ പുരോഹിതന്റെ ഈ സ്ഥാനപ്പേര് റോമിലെ ബിഷപ്പിന് നൽകി. റോമിലെ ബിഷപ്പിന്റെ പേരാണ് പൊന്തിഫ് എന്നുള്ളത്. മറ്റുള്ള സ്ഥലത്തെ ബിഷപ്പിനൊന്നുമില്ല. അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് പോപ്പ് ആരാന്ന് പേര് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ലിയോ ഫ്രാൻസിസ്. ഓക്കെ, താങ്ക് യു. പോപ്പ് ലിയോ എത്രാമത്തെയാ? 14. ഓക്കെ, താങ്ക് യു. പുതിയ നിയമത്തിൽ മറിയെ കുറിച്ച് കാണുന്ന വിവരണങ്ങളല്ലാതെ മറ്റൊരു വിവരണമോ നിർദ്ദേശങ്ങളോ സ്ത്രീ ദൈവത്തെ കുറിച്ച് ബൈബിളിൽ ഒരു രേഖയുമില്ല. നിങ്ങൾ ആരെങ്കിലും മറിയ ദൈവമാണെന്നോ അല്ലെങ്കിൽ അതുല്യ ശക്തി ഉണ്ടെന്നോ എവിടെയെങ്കിലും പുതിയ നിയമത്തിൽ വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ പറയുന്നുള്ള രീതിയിൽ യാതൊന്നുമില്ല. അപ്പൊ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ താഴ്മയോടെ കൂട്ടായ്മയിൽ അവിടെ അപ്പർ റൂമില് മറിയ മുകളിൽ പങ്കെടുക്കുന്ന അവിടെ 120 പേര് വന്നതില് മറിയം ഉണ്ടായിരുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിനുശേഷം മറിയെ കുറിച്ച് ബൈബിളിൽ ഒരു രേഖയും കാണുന്നില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ദുരാചാരത്തിന്റെയും വിഗ്രഹാരാധനയുടെയും പ്രതീകമായി അമ്മയും മകനും തികച്ചും ബാബിലോണിയൻ വിഗ്രഹാരാധനയാണ്. അമ്മയും മകനുമായിട്ട് ഇപ്പൊ ആ നിലയിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ആരാന്ന് പറഞ്ഞാലും അത് വേദപുസ്തകത്തിൽ കാണുന്നതല്ല. പുതിയ നിയമത്തില് 50-നും 60-നും ഇടയ്ക്ക് പ്രാവശ്യം മാത്രമേ ഈ കന്യാമറിയമിനെ കാണുന്നുള്ളൂ, പേര് പ്രവചിക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കന്യാമറിയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു യേശുക്രിസ്തു ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് മകനായിട്ട് വരുവാൻ തെരഞ്ഞെടുത്ത ഒരു പാത്രമായതുകൊണ്ട് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ നമ്മൾ ബഹുമാനിക്കുകയും അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. എന്നാൽ അതിൽ കൂടുതൽ
മറിയയും പാപിയായിരുന്നു. യേശുക്രിസ്തുവിലുള്ള രക്ഷയിൽ മാത്രമാണ് മറിയയും രക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണ്. അല്ലാതെ മറിയയ്ക്ക് അല്ലാതെ യാതൊരു പ്രത്യേകമായിട്ടുള്ള യാതൊരു പ്രത്യേക പദവികളൊന്നുമില്ല. എത്ര മേരി ഉണ്ടായിരുന്നു പുതിയ നിയമത്തില്? 6. ഓർമ്മയുണ്ടോ? 7 5 ആരുടെയും പേര് ഓർമ്മയുണ്ടോ? മഗ്ദലക്കാരത്തി മേരി, മഗ്ദലക്കാരത്തി മറിയ, യോഹന്നാന്റെ അമ്മ മേരി, യാക്കോബിന്റെ മറിയ, മർക്കോസിന്റെ അമ്മ മറിയ. ഓക്കെ. ഇപ്പൊ എത്രയായി? 5 അപ്പൊ യേശുക്രിസ്തുവിന്റെ അമ്മ മറിയ, പിന്നെ മഗ്ദല മറിയ അല്ലേ? 2. മറിയ, പിന്നെ ബെഥാനിയിലെ മറിയ. അപ്പൊ ലാസറിന്റെ സിസ്റ്റർ അല്ലേ? പിന്നെ മേരി ദ മദർ ഓഫ് ജെയിംസിന്റെ അമ്മയെ കാണുന്നില്ല, മേരി എന്നല്ലേ പേര്? അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ മേരി ദ മദർ ഓഫ് ജോൺ മാർക്ക് എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. പിന്നെ മെമ്പർ ഓഫ് ദി ചർച്ച് ഓഫ് റോമിലെ ചർച്ചിലെ സഭയിലെ ഒരു സഹോദരിയുടെ പേരും മറിയ എന്നായിരുന്നു. 16-ന്റെ 6-ലാണെന്ന് തോന്നുന്നു. അത് റോമൻസ്. ഓക്കെ, താങ്ക് യു. 16-ന്റെ 6-ലാണ്. അങ്ങനെ 6 എനിക്ക് തോന്നുന്നു. അപ്പം അത് ഇനി ഞാനത് ഇപ്പൊ അത് വിഷയമല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. തുടർന്നുള്ള വാക്യങ്ങൾ: ധൂമ്രവർണ്ണവും കടുവും ചുവപ്പും നിറമുള്ള വസ്ത്രം ധരിച്ച സ്ത്രീയെ കുറിച്ച് ദൂതൻ വെളിപ്പെടുത്തിയിരിക്കുന്ന അവൻ എഴുതുന്നത്, സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് വർത്തമാനകാലത്തിലാണ് അവിടെ പറയുന്നത്, അല്ല ഭാവിയോ ഭൂതത്തിലോ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം നിരന്തരമായി കുടിച്ച് മത്തായിരിക്കുന്നു എന്നുള്ള ഇൻടോക്സിക്കേറ്റഡ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു തവണയല്ല, തുടരെ തെറ്റുകൾ ആവർത്തിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തായിരിക്കുന്നത് യോഹന്നാൻ കണ്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. യോഹന്നാന് വളരെ മുമ്പേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞായിരുന്നല്ലോ, പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ യോഹന്നാൻ ആശ്ചര്യപ്പാണ് വരുന്നത്. താൻ ഉൾപ്പെടുന്ന തലമുറയിലെ റോമൻ മതപ്രസ്ഥാനം ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ രക്തം കുടിക്കുന്നത് കണ്ടാണ് യോഹന്നാന് ആശ്ചര്യപ്പെട്ടത്. ആരാണ് അന്യായമായ മതരോഗ വിചാരണ കണ്ടുപിടിച്ചത്? അത് ചരിത്രത്തിൽ വായിച്ചാൽ അറിയാം. അതിനെ ഇൻക്വിസിഷൻ എന്ന് പറയും. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇൻക്വിസിഷൻ. അപ്പൊ ഒരു ഇൻക്വിസിഷൻ ചെയ്ത ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റന്റുകാരെയൊക്കെയും പിടിച്ചുകൊണ്ട് പോയി കൊല്ലുകയും. ഈവൻ പ്രൊട്ടസ്റ്റന്റ് വരുന്നതിന് മാർട്ടിൻ ലൂതറാണല്ലോ. അതിനു മുമ്പ് തന്നെ ഈ കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാല് അവിടെ നിന്ന് പ്രൊട്ടസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അവരെ അവിടെ തീ കത്തിച്ച് കൊല്ലുക എന്നുള്ളതാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുക്കുണ്ട്, FOXE വോയിസ് ഓഫ് മാർട്ടേഴ്സ് എന്ന് കാണും. അത് AD 33 മുതൽ യേശുക്രിസ്തുവിന്റെ മുതൽ ഇന്ന് വരെയുള്ള അവരുടെ നിങ്ങൾ അത് നല്ലൊരു ഗ്രന്ഥമായിരിക്കും. നിങ്ങൾ വരുത്തി അത് വായിച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാകും. അപ്പം പ്രൊട്ടസ്റ്റിൽ നിന്ന് പിന്നെ മാർട്ടിൻ ലൂതർ വന്നപ്പോൾ അതിന് മുമ്പ് തന്നെ എതിരെ ആര് പറഞ്ഞു, അവരുടെ പഠിപ്പിനെതിരായിട്ട് പറഞ്ഞു, അവര് ഹെറസി പഠിപ്പിക്കുകയാണ്, ദുരുപദേശമാണെന്നും പറഞ്ഞ് അവരെ കൊല്ലുക, കഷ്ടപ്പെട്ട് ടോർച്ചർ ചെയ്തേച്ച് കൊല്ലുക എന്നുള്ളതാണ്. മിഡിൽ ഏജസ് 10 നൂറ്റാണ്ട് മുതൽ സ്പാനിഷ് ഇൻക്വിസിഷൻ എന്ന് പറയാം. സ്പാനിഷ് ഇൻക്വിസിഷൻ അതൊക്കെ വായിച്ചാൽ വളരെ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് കൊന്നിട്ടുള്ളത്. പിന്നെ റോമൻ ഇൻക്വിസിഷൻ ഉണ്ട്, പിന്നെ പോർച്ചുഗീസ് ഇൻക്വിസിഷൻ ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഇൻക്വിസിഷൻ ഉള്ളത്. അവിടെ ജോൺ ഹസിനെ 1415 ജോൺ ഹസ് എന്ന് പറയുന്ന ആ വലിയ ക്രിസ്തു ഭക്തനെ അവിടെയൊക്കെ ജീവചരിത്രം വായിച്ചാൽ വളരെ അത്ഭുതകരമാണ് അവിടെ കരിച്ചു കൊല്ലുന്നത്. പിന്നെ വില്യം ടിൻഡെയില് നമുക്കറിയാലോ, ജോൺ വൈക്ലിഫ്. അപ്പൊ അവരെല്ലാം വിക്ലിഫ് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ അവരുടെ തെറ്റ് പാപമല്ല. ബൈബിള് പുരോഹിതന്മാർക്ക് മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ സാധാരണക്കാർ വായിച്ചാൽ അവരെ കൊല്ലുക. അപ്പൊ അവർക്ക് വായിക്കാൻ വേണ്ടി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവരെ കത്തിച്ചു കൊല്ലുക എന്നുള്ളതാണ്. അപ്പം ഏത് നിലയിലാണ് പുതിയ നിയമത്തെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ദൈവമക്കൾ എത്ര കരുണയും കൃപയും, നമ്മള് ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് തീർക്കേണ്ടത്, ഗൈഡ് ലൈൻസ് എല്ലാം ബൈബിളിലെല്ലാം ഉണ്ട്. അതെല്ലാം
കാറ്റിൽ പരത്തിയിട്ട് അവർ സ്വന്തമായിട്ട് 200-200 കൊല്ലത്തിന് ശേഷം അവർ തന്നെ അന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് അവരുടെ സ്ഥാനത്തിനും മഹിമയ്ക്കും പവറിനും വേണ്ടിയിട്ട് അവരെ എഴുതി ചേർത്ത് വെച്ച സിസ്റ്റമാണ് ഇതെല്ലാം പൈശാചിക സിസ്റ്റം എന്നാണ് ഇവിടെ വെളിപ്പാടുകൾ നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഇത് യേശുക്രിസ്തു ഇവർക്ക് യോഹന്നാൻ ഇത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് 18-ാം അധ്യായത്തില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ അത് കാണും. ബാബിലോൺ പട്ടണത്തെയും മൃഗത്തെയും കള്ളപ്രവാചകനെയും ദൈവമാണ് നശിപ്പിക്കുന്നത്. എന്നാൽ ഈ ധൂമ്രവർണ്ണവും കടുംചുവപ്പും നിറമുള്ള വസ്ത്രധാരിയായ സ്ത്രീയെ നശിപ്പിക്കുന്ന മനുഷ്യനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷമം. ഈ മനുഷ്യർ തന്നെ ഈ കള്ള സഭയെ നശിപ്പിക്കും എന്നുള്ളതാണ്. ലോകത്തിലെ വിഗ്രഹാരാധന വ്യവസ്ഥയുടെ നാശം ഇതെല്ലാം നശിക്കാൻ പോവുകയാണ്. വെളിപാട് പുസ്തകത്തിൽ ദൈവത്തെ വ്യത്യസ്തനായി കാണേണ്ടതില്ല. നിശ്ചിത ആത്മീയ തത്വങ്ങൾ മനുഷ്യന്റെ ഭാവി മുതലായി ഇന്നലെയും ഇന്നും നാളെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടല്ല വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചരിത്ര പുസ്തകങ്ങളിലും ദിനപത്രങ്ങളിലും വായിക്കുവാൻ കഴിയുന്നു. ലോകത്തെ ഭരിക്കുന്നതിൽ ദൈവം തന്റെ മഹത്തായ തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നു. യുഗാവസാനത്തിലെ ദൈവിക പദ്ധതിക്കനുസരിച്ച് ദൈവിക പ്രവൃത്തിയെ പിന്തുടരുവാൻ നമുക്ക് കഴിയും. ഈ വേശ്യയെ നശിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടവനല്ലാത്തതിനാൽ ഇത് ക്രിസ്തുവിന്റെ ഇടപെടൽ അല്ല എന്ന് വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാം. യേശു ക്രിസ്തു ഇടപെട്ടല്ല ഈ വേശ്യയെ നശിപ്പിക്കുന്നത്. പുരുഷാരമാണ് ചെയ്തത്. 2000 വർഷം മുമ്പ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനം ചരിത്രത്തിൽ നിവൃത്തിയാകുന്നത് നമുക്ക് കാണാം. വിഗ്രഹാരാധനയായ മർമ്മം വ്യവസ്ഥയാകുന്ന വേശ്യയെ പുരുഷാരം നശിപ്പിക്കുന്ന ദൈവം വെളിപ്പെടുത്തുന്നു. അതിഭീകരമായ രക്തച്ചൊരിച്ചിലൂടെ ഉള്ള ഇസ്ലാമിക് മുന്നേറ്റങ്ങളെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഈ ആദ്യകാലങ്ങളിൽ ഏത് മതമായിരുന്നുള്ളത്? ഈ സിറിയ, ഇറാഖ്, അൾജീരിയ, മുഴുവൻ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങള്, ഈജിപ്റ്റ്, ഇറാൻ, ഇറാഖ്, ഏത് മതമായിരുന്നു? ഇറാഖിലും എല്ലാം ഉണ്ടായിരുന്നല്ലേ മുഴുവൻ. അപ്പൊ എന്നാ ഇസ്ലാം മതം വന്നത്? ഏത് നൂറ്റാണ്ടിലാ മുഹമ്മദ് വന്നത്? 7-ാം നൂറ്റാണ്ടിലല്ലേ? 7-ാം നൂറ്റാണ്ട്. അപ്പൊ 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം വന്നപ്പം അതുവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാ ദൈവസഭ അവിടെ എല്ലായിടത്തും ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു. ഇന്നത്തെ അമേരിക്കയിലെ പോലെ അവര് ദൈവത്തിന്റെ വചനത്തെ കാറ്റിൽ പരത്തി. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം അവിടെ കാതലിസ് അവിടെ പോയി വെടിവെച്ച് ഒരുത്തനെ, അവനെ യഹൂദന്മാർ ഹിറ്റ്ലർ ചെയ്ത് പോരാ, കൊച്ചിലെ മുതൽ ഹിറ്റ്ലറിനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് നടന്നത്. പിന്നെ ഇന്ത്യക്കാരെ നശിപ്പിക്കണം, യഹൂദന്മാരെ നശിപ്പിക്കണം, ട്രംപിനെ കൊല്ലണം എന്നും പറഞ്ഞാണ് അവനെ. അപ്പൊ ട്രാൻസ്ജെൻഡർ ആയിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ 5-10 കൊല്ലമായിട്ട് നോക്കിയാൽ ഈ മാസ് മർഡർ പലതും നോക്കിയാൽ ട്രാൻസ്ജെൻഡറിന്റെ അത് വിവേകരാസ്വാമി പ്രസിഡന്റ് കാൻഡിഡേറ്റ് അത് 5 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞു. ഇത് മെന്റൽ ഡിസോർഡർ ആണ്. ഒരു 10-12 വയസ്സായി കഴിയുന്ന ഉടനെ 13 വയസ്സായി കഴിയുന്ന ഉടനെ ഞാനാണല്ല, ഞാൻ പെണ്ണല്ല, ഞാനൊരു റോങ് ബോഡിയില്ല, ഞാൻ പുരുഷനാണെന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ അത് മെന്റൽ ഡിസോർഡർ ആണ്. എന്നാൽ 8 വയസ്സുള്ള ഒരു കൊച്ചു പറയാണ്, പെൺകുട്ടി പറയാണ് ഞാൻ ആണായിട്ട് ജനിച്ചെന്ന് പറഞ്ഞാൽ അവിടെ കൊച്ചിന്റെ അമ്മയ്ക്കാണ് മെന്റൽ ഡിസോർഡർ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഇവിടെയും വന്ന് ദൈവത്തിന്റെ വചനത്തെ കാറ്റിൽ പറത്തിയിട്ട് പ്രാർത്ഥനയെ പരിഹസിക്കുകയാണ്. അന്നമ്മേനോട് ഇന്ന് പറഞ്ഞ ഒരു ന്യൂസ് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കുന്നവരാണ്. അപ്പം പരിഹാസപാത്രം. അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഇതിനെ കാറ്റിൽ പരത്തി. അതുകൊണ്ട് ദൈവം ഒരു ന്യായവിധി അയച്ചതാണ് ഇസ്ലാം എന്ന് പറയുന്ന. അതുകൊണ്ട് തന്നെ നമ്മൾ പാപം ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെയല്ല, നമ്മുടെ ജനറേഷൻസ് ടു കം, വരുന്ന തലമുറകൾ തന്നെ അതിന്റെ കഷ്ടത അനുഭവിക്കും. അതാണ് ഇന്നും അവിടെ ഗാസയിലും ഈജിപ്തിലും എല്ലായിടത്തും 80 രാജ്യങ്ങളിൽ ഇസ്ലാം കയ്യേറിയിരിക്കുന്നു. ആ ദൈവം ന്യായവിധിയായിട്ട് അയച്ചാണ് അവിടുത്തെ ക്രിസ്ത്യാനികളെ മുഴുവൻ നശിപ്പിച്ചു. സൗദി അറേബ്യ, ഈജിപ്റ്റ്, ഇറാഖ്, അൾജീരിയ, ഇവിടെയും ക്രിസ്ത്യാനികളില്ല, അവരെല്ലാം നശിപ്പിച്ച് ഇസ്ലാം കയ്യേറിയ ദൈവം ന്യായവിധി അയച്ചതാണ്. വെച്ചാൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് മുട്ടിയുരുട്ടി അവനെ അറിഞ്ഞിട്ടും അവനെ നിരാകരിച്ചാൽ വരുന്ന സംഭവമാണ്. ഇതാണ് അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഭയഭക്തിയോടെ ജീവിക്കേണ്ട സംഗതികളാണ്
ഇതുകൊണ്ടാണ് ഇസ്ലാമിക് രാജ്യങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. ആ ന്യായവിധിയാണ് ഇവിടെ ഭാവിയിൽ ഇവിടെ വരുമ്പോൾ ഈ വേശ്യയ്ക്ക് വരാൻ സംഭവിക്കുന്നത്. ഇവിടെ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അത് അമേരിക്കയിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഇന്നലെ മിനിസോട്ടയിലെ ഒരു സ്കൂളിൽ, ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ചർച്ചിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പം 2 കൊച്ചു കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊന്നത് ഒരു ട്രാൻസ്ജെൻഡർ മനുഷ്യനായിരുന്നു. അതെ, അപ്പൊ ട്രാൻസ്ജെൻഡറിനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മള് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാം പിന്നെ അങ്ങനെയുള്ള ഇതിനെ സിസ്റ്റത്തിനെ വോട്ട് ചെയ്യുന്ന അബോർഷൻ 64 മില്യൺ ചിൽഡ്രനെ കൊന്നിട്ടുണ്ട് 73 ശേഷം. പിന്നെ ഇഫ് യു വോട്ട് ഫോർ പ്രൊമോട്ട് ദ പാർട്ടി ദർ ഇസ് എ ബ്ലഡ് ഓൺ യുവർ ഹാൻഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഈ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ആക്കിയിരിക്കുമ്പം നമ്മൾ എന്തുവാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന്. നമ്മൾ ഇന്ത്യക്കാരനുമല്ല, അമേരിക്കനുമല്ല, വെള്ളയുമല്ല, കറമ്പനുമല്ല, ഇന്ത്യനുമല്ല, വിളംബരുമല്ല. യേശു ക്രിസ്തു മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും ദൈവം നമ്മുടെ പ്രവർത്തിക്കനുസരിച്ചുള്ള ന്യായവിധിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നതും എല്ലാം ന്യായവിധിക്ക് ഇത് വിശ്വാസികൾ എന്ന് പറയുന്നത് ഇങ്ങനെ ട്രാൻസ്ജെൻഡറിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അബോർഷനെ ഹോമോസെക്ഷുവാലിറ്റിക്കും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ തിരഞ്ഞെടുത്ത് വിടുകയാണെങ്കിൽ ശാപം അവരുടെ കുടുംബത്തിനും അവിടെ ഭാവി ജനറേഷൻസിൽ മക്കൾ ഒക്കെ ഇസ്ലാമിനെ മിഡിൽ ഈസ്റ്റ് അയച്ച പോലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന അവരുടെ സന്തതികളും വരാനുള്ള സംബന്ധികളും നശിച്ചു പോകുന്നുള്ള യാതൊരു സംശയമില്ല. ഞാനത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു സണ്ണി. വെൽക്കം. താങ്ക് യു.